Bahrain Roundup, brought to you by Lulu Exchange, Al Hilal Hospital and Medical Center, Adventist Academy, and Lawrence Center for Global Education. നമസ്കാരം. ഇന്ന് ജൂലൈ 25 ശനിയാഴ്ച 4 PM ന്യൂസ് ബഹ്റൈൻ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ബഹ്റൈനെ ലക്ഷ്യമിട്ടെത്തിയ നിരവധി ഇറാനിയൻ വ്യോമാക്രമണങ്ങളെ ബഹ്റൈൻ വ്യോമ പ്രതിരോധ സേന വിജയകരമായി തടയുകയും തകർക്കുകയും ചെയ്തു. സാധ്യമായ തുടർ ആക്രമണങ്ങളെ നേരിടാൻ ഉയർന്ന ജാഗ്രതയിലാണ് ബഹ്റൈൻ ഡിഫൻസ് ഫോഴ്സ്. രാജ്യത്തിൻ്റെയും ജനങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ സേനയുടെ എല്ലാ വിഭാഗങ്ങളും സജ്ജമാണെന്ന് BDF ജനറൽ കമാൻഡ് അറിയിച്ചു. അതേസമയം അന്തരീക്ഷത്തിൽ നിന്ന് താഴെ പതിക്കാൻ സാധ്യതയുള്ള സംശയാസ്പദമായ വസ്തുക്കളുടെയോ അവശിഷ്ടങ്ങളുടെയോ അടുത്തേക്ക് പോകരുതെന്നും ഇത്തരം അവശിഷ്ടങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ അധികൃതരെ വിവരമറിയിക്കണമെന്നും പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പുണ്ട്. ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെ റോയൽ ഫീൽഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അവശിഷ്ടങ്ങൾ സുരക്ഷിതമായി നീക്കം ചെയ്യാനായി രംഗത്തുണ്ട്. പുതിയ വെല്ലുവിളികളെ നേരിടാനും മേഖലയിൽ സ്ഥിരത ഉറപ്പാക്കാനും ലക്ഷ്യമിട്ട് ബഹ്റൈനും സൗദി അറേബ്യയും തമ്മിലുള്ള സുരക്ഷാ സഹകരണം വർദ്ധിപ്പിക്കുന്നു. സൗദി ബഹ്റൈനി കോർഡിനേഷൻ കൗൺസിലിന് കീഴിലുള്ള സെക്യൂരിറ്റി കമ്മിറ്റി വർക്കിംഗ് ഗ്രൂപ്പിന്റെ 7ാമത് യോഗത്തിലാണ് തീരുമാനം. ബഹ്റൈൻ ഡെപ്യൂട്ടി ചീഫ് ഓഫ് പബ്ലിക് സെക്യൂരിറ്റി മേജർ ജനറൽ ഡോക്ടർ ഷെയ്ഖ് ഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ഖലീഫ, സൗദി ആഭ്യന്തര മന്ത്രാലയത്തിലെ ലീഗൽ അഫയേഴ്സ് ഡയറക്ടർ ജനറൽ അഹമ്മദ് ബിൻ സുലൈമാൻ അൽ ഈസ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു യോഗം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ സഹകരണം സംയുക്ത സുരക്ഷാ നീക്കങ്ങൾക്ക് കരുത്തു പകരുമെന്ന് മേജർ ജനറൽ ഡോക്ടർ ഷെയ്ഖ് ഹമ്മദ് ചൂണ്ടിക്കാട്ടി. സാധാരണക്കാർക്ക് നേരെ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര പാർലമെന്ററി പിന്തുണ ഉറപ്പാക്കാൻ ബഹ്റൈൻ ഒരുങ്ങുന്നു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് തയ്യാറാക്കിയ പഠന റിപ്പോർട്ട് ബഹ്റൈൻ പ്രതിനിധികൾക്ക് ആഗോളതലത്തിൽ വിഷയമുന്നയിക്കാൻ ശക്തമായ നിയമപരമായ അടിത്തറ നൽകുന്നുവെന്ന് ഷൂറ കൗൺസിൽ മനുഷ്യാവകാശ സമിതി ഡെപ്യൂട്ടി ചെയർമാൻ അലി അൽ ഷഹാബി പറഞ്ഞു. തെളിവുകളും വിവരങ്ങളും ഉൾക്കൊള്ളുന്ന 12 അധ്യായങ്ങളുള്ള ഈ റിപ്പോർട്ട് ആക്രമണങ്ങൾക്ക് കാരണക്കാരായവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ ഉപകരിക്കും. കോലാലംപൂരിൽ നിന്ന് ബഹ്റൈൻ വഴി ലണ്ടൻ ഗാറ്റ്വിക്കിലേക്ക് ആരംഭിക്കാൻ നിശ്ചയിച്ചിരുന്ന വിമാന സർവീസ് എയർ ഏഷ്യ വീണ്ടും നീട്ടിവെച്ചു. സർവീസ് ആരംഭിക്കുന്നത് 2027 മാർച്ച് മാസത്തിലേക്ക് മാറ്റിയെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ വർഷം ഓഗസ്റ്റ് 27 സർവീസ് തുടങ്ങാനായിരുന്നു നേരത്തെ പദ്ധതിയിട്ടിരുന്നത്. വ്യോമയാന ഷെഡ്യൂൾ ട്രാക്കറായ എയ്റോ റൂട്ട് വിവരങ്ങൾ പുറത്തുവിട്ടതിന് പിന്നാലെ ഈ റൂട്ടിലേക്കുള്ള ടിക്കറ്റ് ബുക്കിംഗുകൾ കമ്പനി താൽക്കാലികമായി നിർത്തിവെച്ചു. ഭക്ഷണാവശിഷ്ടങ്ങളും മലിനജല മാലിന്യങ്ങളും ഉൾപ്പെടെയുള്ള ജൈവമാലിന്യങ്ങളിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള നിർണായക നിർദ്ദേശം ബഹ്റൈൻ പാർലമെന്റിന്റെ പരിഗണനയിൽ. അനേറോബിക് ഡൈജഷൻ സാങ്കേതികവിദ്യ വിപുലമായി ഉപയോഗിച്ച് ബയോഗ്യാസും ജൈവവളവും ഉൽപ്പാദിപ്പിക്കാമെന്ന് MP ഡോക്ടർ മുനീർ സുരൂർ വ്യക്തമാക്കി. പദ്ധതിയിലൂടെ പ്രതിവർഷം 213.3 ജിഗാവാട്ട് അവർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും 5.36 ലക്ഷം ടൺ കാർബൺ പുറന്തള്ളൽ കുറയ്ക്കാനും സാധിക്കുമെന്ന് അറേബ്യൻ ഗൾഫ് യൂണിവേഴ്സിറ്റിയുടെ പഠനം ചൂണ്ടിക്കാട്ടുന്നു. എഞ്ചിനീയറിംഗ്, പ്ലാൻ ഓപ്പറേഷൻസ് മേഖലകളിൽ സ്വദേശികൾക്ക് നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഇതിലൂടെ സാധിക്കും. യുവാക്കൾക്കിടയിൽ ഹൃദയാഘാതവും അനുബന്ധ രോഗങ്ങളും വർദ്ധിച്ചു വരുന്നതായി അദിലിയ അൽ ഹിലാൽ മെഡിക്കൽ സെന്ററിലെ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഖാദർ മുന്നറിയിപ്പ് നൽകി. അടുത്തിടെ ബഹ്റൈനിൽ 26 വയസ്സുള്ള മലയാളി യുവാവ് മരണപ്പെട്ട സംഭവം ഇതിന് തെളിവാണ്. വ്യായാമക്കുറവ്, അമിതവണ്ണം, പുകവലി, വേപ്പിംഗ്, മാനസിക സമ്മർദ്ദം, ഉറക്കമില്ലായ്മ എന്നിവയാണ് പ്രധാന കാരണങ്ങൾ. നെഞ്ചുവേദനയ്ക്ക് പുറമെ താടി, കഴുത്ത്, മുതുക് എന്നിവിടങ്ങളിലെ അസ്വസ്ഥതയോ ശ്വാസം മുട്ടലോ കണ്ടാലും ഉടൻ ചികിത്സ തേടണം. 20 വയസ്സ് മുതൽ കൃത്യമായി BP, ഷുഗർ, കൊളസ്ട്രോൾ പരിശോധനകൾ നടത്തണമെന്നും ദിവസവും 30 മിനിറ്റ് വ്യായാമം ശീലമാക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. മുതിർന്ന പൗരന്മാർക്കും ദീർഘകാല പരിചരണം ആവശ്യമായ രോഗികൾക്കും മികച്ച ചികിത്സ ഉറപ്പാക്കാൻ ബഹ്റൈൻ മുൻഗണന നൽകുന്നതായി സുപ്രീം കൗൺസിൽ ഓഫ് ഹെൽത്ത് ചെയർമാൻ ലഫ്റ്റനന്റ് ജനറൽ ഡോക്ടർ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ മുഹ്റഖ് സ്പെഷ്യലൈസ്ഡ് ഹെൽത്ത് കെയർ സെന്റർ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യമന്ത്രി ഡോക്ടർ ജലീല ബിൻത് അൽ സയ്യിദ് ജവാദ് ഹസൻ, ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ചെയർമാൻ ഷെയ്ഖ് ഹിഷാം ബിൻ അബ്ദുൽ അസീസ് അൽ ഖലീഫ, CEO ഡോക്ടർ മറിയം അദ്ബി അൽ ജലാമ എന്നിവരും അദ്ദേഹത്തോടൊപ്പം പങ്കെടുത്തു. One day, your child will face big decisions. Will they have focus? Will they have confidence? Chess builds calm thinking and smart decision-making. It develops confidence, discipline, and patience for life. For kids age 5 to 15, structured learning from beginner to advanced, expert coaches, personal attention. Join Arjan's Chess Academy. Classes available in Zinj Mahuz Manama. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ.
വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി. ഇന്നത്തെ സ്വർണ്ണനിരക്ക് വ്യാജരേഖകളും വ്യാജൊപ്പുകളും നിർമ്മിച്ച് സ്കൂൾ ഫണ്ടിൽ നിന്ന് 86,000-ലധികം ബഹ്റിനി ദിനാർ തട്ടിയെടുത്ത കേസിൽ ശിക്ഷിക്കപ്പെട്ട 3 ഇൻഡസ്ട്രിയൽ സെക്കൻഡറി സ്കൂൾ ജീവനക്കാരുടെ അപ്പീൽ ഹർജി ഓഗസ്റ്റിൽ 5-ാം ഹൈക്രിമിനൽ അപ്പീൽ കോടതി വീണ്ടും പരിഗണിക്കും. 2019-നും 2024-നും ഇടയിൽ 200-ലധികം ചെക്കുകൾ ദുരുപയോഗം ചെയ്താണ് പ്രതികൾ വ്യക്തിഗത ആവശ്യങ്ങൾക്കായി പണം തട്ടിയത്. കേസിൽ 3-അംഗ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ഉടൻ കോടതിയിൽ സമർപ്പിക്കും. ഒരു പ്രമുഖ കമ്പനിയിൽ നിന്ന് എയർ കണ്ടീഷണറും ഇലക്ട്രിക് വയറുകളും മോഷ്ടിച്ച സംഭവത്തിൽ 2 പേരെ അറസ്റ്റ് ചെയ്തതായി ബഹ്റിൻ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഏകദേശം 30,000 ബഹ്റിനി ദിനാർ വിലമതിക്കുന്ന വസ്തുക്കളാണ് ഇവർ കവർന്നത്. സൗത്തേൺ ഗവർണറേറ്റ് പോലീസ് ഡയറക്ടറേറ്റ് നടത്തിയ അന്വേഷണത്തിലാണ് 41-ഉം 44-ഉം വയസ്സുള്ള 6 പൗരന്മാർ പിടിയിലായത്. KMCC ബഹ്റിൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി ജൂലൈ 31-ന് സംഘടിപ്പിക്കുന്ന ഭാഷാ സമര അനുസ്മരണ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം മനാമ ഷിഫ അൽ ജസീറ ഹോസ്പിറ്റലുമായി സഹകരിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. 300-ലധികം പേർ പങ്കെടുത്ത ക്യാമ്പ് ബഹ്റിൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ഇക്ബാൽ താനൂർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ജോർജ്, ഡോക്ടർ ഫർജാന, ഡയറ്റീഷ്യൻ ജിഷ എന്നിവർ ബോധവൽക്കരണ ക്ലാസുകൾ നയിച്ചു. വേൾഡ് KMCC സെക്രട്ടറി അസൈനാർ കളത്തിങ്ങൽ, KP മുസ്തഫ, അബ്ദുൽ അസീസ് തുടങ്ങിയ പ്രമുഖ നേതാക്കളും പങ്കെടുത്തു. ബഹ്റൈനിലെ എറണാകുളം നിവാസികളുടെ കൂട്ടായ്മയായ ഫെഡ് ബഹ്റൈൻ ഉന്നത വിജയം നേടിയ അംഗങ്ങളുടെ മക്കൾക്കായി ഫെഡ് ബഹ്റൈൻ എക്സലൻസ് അവാർഡ് 2026 സംഘടിപ്പിച്ചു. പ്രസിഡന്റ് സ്റ്റീവൻസൺ മെൻഡസിന്റെ അധ്യക്ഷതയിൽ ഫെഡ് ചെയർമാൻ ഫ്രാൻസിസ് കൈതാരത്തെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഉന്നത വിജയം കരസ്ഥമാക്കിയ അവ്നി രഞ്ജിത്ത്, ജോയ്സ് എൽദോ, ക്രിസ്റ്റഫർ ക്ലോഡി, സഞ്ജയ് ജയേഷ് എന്നിവർക്ക് ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. കോർ കമ്മിറ്റി കൺവീനർ റോയ് സെബാസ്റ്റ്യൻ, നിക്സി ജെഫിൻ, ജിഷ്ണ രഞ്ജിത്ത്, ജയകൃഷ്ണൻ, സുജിത് കുമാർ എന്നിവർ സംസാരിച്ചു. നിവേദിത സുജിത്ത് അവതാരികയായിരുന്നു. പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന സാംസ്കാരിക പ്രവർത്തകനും കലാകാരനുമായ ദീപക് തണലിന് പാട്ടുകാരുടെ കൂട്ടായ്മ യാത്രയയപ്പ് നൽകി. ഗായകൻ ഷാജി സെബാസ്റ്റ്യന്റെ വസതിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രമുഖ ഗായകരായ രാജേഷ് ഇല്ലത്ത്, APG ബാബു, പ്രീതി G ബാബു, സുമി സിയാദ്, പ്രദീപ് എന്നിവർ പങ്കെടുത്ത് ആശംസകൾ നേർന്നു. സിയാദ് മുത്തു, ഫായിസ് ഇസ്മയിൽ എന്നിവർ നേതൃത്വം നൽകി. വാർത്തകളുടെ വിശദവിവരങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റായ 4pmnewsonline.com-ലൂടെയും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെയും ലഭ്യമാണ്. നന്ദി, നമസ്കാരം.